ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ഏത്തക്ക തോരനാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു ഏത്തക്ക തോരൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. വാഴയ്ക്ക തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 പച്ച ഏത്തക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏത്തക്ക തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. കാത്തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ തിരികിയത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കഷ്ണങ്ങളാക്കിയത്, 5 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാകും. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 3 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക ഇട്ട് കൊടുക്കാം. ഏത്തക്കായും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഏത്തക്ക വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഏത്തക്ക 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഏത്തക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ചൂടാക്കിയെടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഏത്തക്ക തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.